ഹലോ എവരിവൺ, എല്ലാവർക്കും ദക്ഷിണ ലേണിങ്സിൻ്റെ CSAT ഹാക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡയറക്ഷൻ ടെസ്റ്റാണ്. ഓക്കെ, ഡയറക്ഷൻ ടെസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടിരിക്കുന്ന ടോപ്പിക്കാണ്. റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് UPSC ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ഓക്കെ, സോ ഡയറക്ഷൻ ടെസ്റ്റിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം ഡയറക്ഷനാണ്, മെയിൻ ഡയറക്ഷൻ. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം നോർത്തും സൗത്തും മാറിപ്പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് മാറാതെ നോക്കണം. അപ്പം വേറെ ഏതെങ്കിലും രീതിയിൽ ആലോചിച്ച് വെക്കുക. ഓക്കെ, റൈറ്റിൽ ഈസ്റ്റ് ആണ്, ലെഫ്റ്റിൽ സൗത്ത് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് ആലോചിക്കുക. ഓക്കെ, സോ എന്താണ്, ബേ ഓഫ് ബംഗാൾ എവിടെയാണ്? ഈസ്റ്റിലാണ്. അറേബ്യൻ സീ എവിടെയാണ്? വെസ്റ്റിലാണ്. സോ ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. സോ റൈറ്റിൽ ഈസ്റ്റ് ആണ്, ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഫൈൻ. ഈസ്റ്റ് ആണ്, ലെഫ്റ്റിൽ വെസ്റ്റ് ആണ്. ഫൈൻ. അപ്പം ബേസിക്കായിട്ട് വേണ്ട കാര്യമാണ് മെയിൻ ഡയറക്ഷൻ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഫൈൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഈ ഒരു മാർക്കിംഗ് വെക്കുക. സോ നെക്സ്റ്റ് വരുന്നത് കാർഡിനൽ ഡയറക്ഷൻ. കാർഡിനൽ ഡയറക്ഷനിൽ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഈസിയാണ്. എന്താണ് സംഭവം? നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലൂടെ പോകുന്നതാണെന്ത്? നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ആ പേര് തന്നെ ഉണ്ട്, നോർത്ത് ഈസ്റ്റ്. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലുള്ള ഡയറക്ഷനാണ് നോർത്ത് ഈസ്റ്റ്. നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിലുള്ള ഡയറക്ഷനാണ് നോർത്ത് വെസ്റ്റ്. അല്ലെ, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിലുള്ള ഡയറക്ഷനാണ് സൗത്ത് വെസ്റ്റ്. സൗത്ത് ഈസ്റ്റ് എവിടെയാണ്? സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലുള്ള ഡയറക്ഷനാണ്. ഓക്കെ, ഫൈൻ. സോ ആ പേര് പിന്നെ നിങ്ങൾ വേറെ ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് അല്ലേ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ഇന്ത്യയുടെ മധ്യപ്രദേശ് സെൻറ്റർ ആക്കി വെച്ചിട്ടല്ലേ. അപ്പം നമുക്കൊരു ബേസിക് ആയിട്ടൊരു പോയിന്റ് വേണം നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും പറയാൻ. ഓക്കെ, ആ ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററാണ്. അപ്പം നമുക്കൊരു ഒരാൾ എവിടെയാണ്, ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ പറയണമെങ്കിൽ അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ വേറൊരു പോയിന്റ് വേണം, എന്നാലേ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഒരു സിമ്പിൾ സംഭവം എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാം. അങ്ങനെ പറയാം നമുക്കത്. എന്താണ്, എർത്തിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ പറയാം, നോർത്ത് പോൾ, സൗത്ത് പോൾ നമ്മൾ പറയാറുണ്ട്. അതും കമ്പയർ ചെയ്യുമ്പോഴാണ്, സൗത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർത്ത്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് കമ്പയർ ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ്, ഒരു റെഫറൻസ് പോയിന്റ് വേണം. ആ പോയിന്റ് സാധാരണ സെൻട്രലാണ് എടുക്കാറ്. അപ്പോൾ ഇന്ത്യയുടെ സൗത്തും ഈസ്റ്റും നോർത്തും വെസ്റ്റും പറയണം, മധ്യപ്രദേശ് ആയിരിക്കും സെൻട്രലായിട്ട് എടുക്കുക അല്ലേ. സോ മധ്യപ്രദേശിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സൗത്തിലാണ്, അതുകൊണ്ട് നമ്മൾ സദേൺ സ്റ്റേറ്റ് എന്ന് പറയും. UPയും ജമ്മു കാശ്മീരും ഒക്കെ എന്താണ്, നോർത്തിലാണ്. അപ്പോൾ അതിനെ നോർത്തേൺ സ്റ്റേറ്റ് എന്ന് പറയും. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അല്ലേ. കണ്ടോ, ഈ നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലാണ് ആ സിക്കിം, പിന്നെ അതേപോലെ അരുണാചൽ പ്രദേശ്, മേഘാലയ, ആസാമൊക്കെ ഇരിക്കുന്നത്. സോ അതിനാണ് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയും. അതേപോലെ സൗത്ത് വെസ്റ്റ്, ഇന്ത്യയുടെ അറേബ്യൻ സീന്ന് വരുന്ന മൺസൂണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സോ അതിന് പേര് വന്നത് ആ സൗത്ത് വെസ്റ്റ്, ഇന്ത്യയുടെ സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിലുള്ളൊരു ഏരിയയിൽ നിന്ന് വരുന്നത് ആയതുകൊണ്ടാണ് അതിന് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ്, ആസിയാൻ അല്ലേ, അതെവിടെയാണ്? ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ്. നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ് എന്ത്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ വരുന്നത്. നോർത്ത് വെസ്റ്റ് ഫ്രണ്ട് പ്രൊവിൻസ് എന്ന് പറഞ്ഞ ഒരു ടേമൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കാറുണ്ട്. സോ അതൊക്കെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആ പേരുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം അത് ആ ഒരു കാർഡിനൽ ഡയറക്ഷൻ വരണം, അത് നമുക്ക് അറിയണം. ഓക്കെ, പേര് തന്നെ ഉണ്ട്, നോർത്ത് വെസ്റ്റ് എവിടെയായിരിക്കും? നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഞാനിവിടെ സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിൽ ഒരു പോയിന്റ് എടുത്താൽ എല്ലാ പോയിന്റ്സും ഏത് ഡയറക്ഷനിലാണ്? ഈ പോയിന്റ്സ് എല്ലാം ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ ആണോ? ഈ പോയിന്റ്സ് എല്ലാം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് എല്ലാം എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പം അവിടെ ആ ഒരു നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും എവിടെ വന്നു നിന്നാലും അത് നോർത്ത് ഈസ്റ്റേൺ ഡയറക്ഷനിലാണ്. പക്ഷേ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരാൾ സൗത്ത് വെസ്റ്റിലോട്ട് പോയി എന്ന് പറയാണ്. ഓക്കെ, ഒരാൾ സൗത്ത് വെസ്റ്റിലോട്ട് പോയി. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ചുമ്മാ സൗത്ത് വെസ്റ്റിലോട്ട് ഒരാൾ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമുക്കറിയാം ഒരു എന്താണ് ടോട്ടൽ ആംഗിൾ, സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ആണ്. അതിൻ്റെ പകുതി 180 ആയിരിക്കും, ഇത് 90 ആയിരിക്കും, അതിൻ്റെ പകുതി എത്രയാണ്? 40. സോ 45 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 360 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 45 എടുക്കുന്നത്. അപ്പം നമ്മൾ ചുമ്മാ ഒരാൾ നോർത്ത് വെസ്റ്റിലോട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് അത് 45 ഡിഗ്രി ആയിട്ട് വരയ്ക്കാം. സോ ആ 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആ കാര്യം മാത്രം ശ്രദ്ധിക്കാം. ഓക്കെ, ഫൈൻ. സോ
ഇനി നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം. ഓക്കെ, പൈതഗോറസ് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പൈതഗോറസ് തിയറം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണെന്ത്? പൈതഗോറസ് തിയറം. അപ്പം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് 90 ഡിഗ്രി. അപ്പം ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താഴെ ഇരിക്കുന്നത് ബേസ് ആണ്, എന്താണ് വെർട്ടിക്കലി ഇരിക്കുന്നത് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, സോ ആൾട്ടിറ്റ്യൂഡിന് ഹൈറ്റ് എന്നും പറയാറുണ്ട്. ഫൈൻ. അപ്പം ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഫൈൻ. സോ ഇതാണ് പൈതഗോറസ് തിയറം. ഇവിടെ സി അപ്പോൾ എന്തായിരിക്കും സി. അടുത്ത് നമുക്ക് അറിയേണ്ടത് പൈതഗോറസ് തിയറാണ്. എന്താണ് പൈതഗോറസ് തിയറം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അകത്ത് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണെന്ത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, സോറി, പൈതഗോറസ് തിയറം. ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ ഇരിക്കുന്നതാണ് ബേസ്, ഇതാണെന്ത്? ആൾട്ടിറ്റ്യൂഡ്. സോ ആൾട്ടിറ്റ്യൂഡിനെ ഹൈറ്റ് എന്നും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറ പ്രകാരം ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഹൈപ്പോട്ടനസ് സ്ക്വയർ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഓക്കെ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഫൈൻ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആയിരിക്കും. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പം എന്താണ് സി? സി ഈസ് ഈക്വൽ ടു അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അവിടെ നമുക്കിനി എന്ത് ചെയ്യാം? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ബിയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്തായിരിക്കും? ബി സ്ക്വയർ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. എ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോട്ടനസ് ആയിരിക്കും അവിടെ ഏറ്റവും വലിയ സൈഡ്. സോ അപ്പം ബി കാണാൻ എന്ത് ചെയ്യണം? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ചെയ്യണം. എ കാണാൻ എന്ത് ചെയ്യണം? സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യണം. ഓക്കെ, സി കാണാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഫൈൻ. സോ ഇതാണ് പൈതഗോറസ് തിയറം. ആദ്യം നമുക്ക് ഈ പൈതഗോറസ് തിയറം എന്ത് ചെയ്യാം? ഒന്ന് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ഒന്നാമത്തെ എക്സാമ്പിളിൽ എക്സ് കണ്ടുപിടിക്കാം. സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, എന്നിട്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് എന്തറിയില്ല? ഹൈപ്പോട്ടനസ് അറിയാലോ അല്ലേ? സോ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യണം അല്ലേ? ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എന്താണ്? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 36 പ്ലസ് 64 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100. എന്താണ് റൂട്ട് ഓഫ് 100? എന്തിൻ്റെ സ്ക്വയർ ആണ് 100? 10ൻ്റെ സ്ക്വയർ ആണ് 100 അല്ലേ? സോ റൂട്ട് 100 ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ഫൈൻ. ഇനി ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ? ഈ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ത് വരും? ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അപ്പം ആൾട്ടിറ്റ്യൂഡും ബേസും ആണെങ്കിൽ ഹൈപ്പോട്ടനസ് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആഡ് ചെയ്യണം. സിമ്പിളാണ്. ഓക്കെ, അപ്പം സി സ്ക്വയർ എന്താണ്? 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169 മൈനസ് 144 അല്ലേ? സോ ഇസ് ഈക്വൽ ടു റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5. സോ എ ഇസ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. ആൻഡ് ഫൈനലി എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? ജി സ്ക്വയർ സോറി എച്ച് സ്ക്വയർ മൈനസ് ജി സ്ക്വയർ. ഇവിടെ എച്ച് ആണ് ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് സോറി ജി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ എഫ് സ്ക്വയർ ജി ഈസ് ഈക്വൽ ടു ഓക്കെ ഫൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ is equal to root of 25 minus 9 is equal to root of 16 is equal to 4. Okay, 16 എന്തിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 16 is equal to 4. സോ 5ൻ്റെ സ്ക്വയർ ആണ് 25. സോ റൂട്ട് 25 is equal to 5. ഫൈൻ. സോ അപ്പം ഇതാണ് പൈതഗോറസ് തിയറം. അപ്പം പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മിസ്സിംഗ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും? മേ ബി
ഡയറക്ഷൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഡയറക്ഷൻസും ഈ ഒരു പൈതഗോറസ് തിയറം ഒക്കെ കയറി വരുന്നത് എന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പേ ട്രയാങ്കിളിൻ്റെ സൈഡും ആംഗിളും തമ്മിലൊരു കണക്ഷൻ നമ്മൾ അറിയണം. അപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചു വെക്കുക. ഫൈൻ. ഒരു ട്രയാങ്കിൾ, നമ്മളിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എടുക്കുന്നത് അല്ലേ. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ആയിരിക്കും, ശരിയല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പം ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടണം, ബാക്കി രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടണം 90 കിട്ടണം. അപ്പം ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ നോക്കിക്കേ, ഇത് 90 ആണ്, ഇത് 25 ആണ്. അപ്പോൾ സി എന്തായിരിക്കും? അപ്പോൾ സിയും 25 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം അല്ലേ. സോ സി പ്ലസ് 25 ആഡ് ചെയ്താൽ 90 കിട്ടണം. അപ്പോൾ സി എന്തായിരിക്കും? 90 മൈനസ് 25 ഇസ് ഈക്വൽ ടു 65 ആയിരിക്കും. ഓക്കെ, സി എന്താണ്? 65 ആണ്. അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയും രണ്ടാമത്തെ ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 180, അതായത് ചെറിയ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. സോ അപ്പോൾ നമുക്ക് ആ ചെറിയൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈൻ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആംഗിളും സൈഡും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്, ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. ഓക്കെ, ഒന്നാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആംഗിൾ ഏതാ? 90 ആണ്. അപ്പോൾ എപ്പോഴും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഹൈപ്പോട്ടനസ് ആയിരിക്കും. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിളാണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ എപ്പോഴും ഹൈപ്പോട്ടനസ് ആയിരിക്കും അവിടെ വലിയ സൈഡ്. അപ്പം ഈ ഒരു ട്രയാങ്കിളിൽ ഏറ്റവും വലിയ സൈഡ് AB ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വലിയ സൈഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ ആംഗിൾ നോക്കുക. 90 അല്ലാത്തത് ഏതാണ്? സി ആണ്, 65 ആണ്. സോ 65ൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന AB ആണ് അടുത്ത വലിയ സൈഡ്. ഏറ്റവും ചെറിയ സൈഡ് ഏതായിരിക്കും? ഏറ്റവും ചെറിയ ആംഗിളായ 25ൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന BC ആയിരിക്കും. ഓക്കെ, അതാണ് ബേസിക് റൂൾ. വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വലിയ സൈഡ്, ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ സൈഡ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ഫിഗറിൽ രണ്ട് ആംഗിളും ഈക്വൽ ആണല്ലേ, 45. അപ്പം ഒരെണ്ണം 45 ആണെങ്കിൽ രണ്ടാമത്തെ 40, കാരണം 45 + 45 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 45 ഈക്വൽ ആയിരിക്കും. അപ്പം എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ ഒന്നുകിൽ എന്ത് ചെയ്യാം? 45 വരാം, ഒന്ന് 90 ആണ്, മറ്റേത് 45 വരാം. പിന്നെ വരുന്ന സിറ്റുവേഷൻ ഒരെണ്ണം <45 ഒരെണ്ണം <45 ആയിരിക്കും അല്ലേ. ഇത് <45 ആണ്, ഇതെന്താണ്? <45 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളിൽ നോക്കാം. മൂന്നാമത്തെ ട്രയാങ്കിൾ നിങ്ങൾ പറഞ്ഞേ ഏതായിരിക്കും? ഏറ്റവും വലിയ സൈഡ് ഒബ്വിയസ്ലി ഏതായിരിക്കും? ഹൈപ്പോട്ടനസ് ആയിരിക്കും, AB. പിന്നെ ഏറ്റവും ചെറിയ, പിന്നെ അടുത്ത വലിയ സൈഡ് ഏതാണ്? 60യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന AC ആണ് പിന്നെ വരിക അല്ല. ഏറ്റവും ചെറിയ സൈഡോ? 30യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന BC. ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെറിയ സൈഡ്. ഓക്കെ, ഇത് നേരെ റിവേഴ്സ് ആയിട്ടും പറയാം. നമുക്കിപ്പം സൈഡ് അറിയാമെങ്കിൽ ഏതാണ് വലിയ ആംഗിൾ ഏതാണ് ചെറിയ ആംഗിൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇവിടെ ഇപ്പം ഏറ്റവും വലിയ ആംഗിൾ ഏതായിരിക്കും? 30യുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിൾ C ആയിരിക്കും അല്ലേ. ഫൈൻ. ഇനി പിന്നെ അടുത്ത വലിയ ആംഗിൾ ഏതായിരിക്കും? 12ൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിൾ B ആയിരിക്കും. C ആണ് ഏറ്റവും വലിയ ആംഗിൾ. പിന്നെ ഏതാ വരുന്നത്? B ആണ് അല്ലേ. B ആണ്, കാരണം എന്താ? 12ൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന B ആണ്. ഏറ്റവും ചെറിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിൾ A ആയിരിക്കും. ഇവിടെ എന്ത്? ഏറ്റവും ചെറിയ സൈഡ്. ഓക്കെ, സോ നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ആംഗിൾ സൈഡ് നോക്കിയിട്ട് ആംഗിളിൻ്റെ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പറയാൻ പറ്റും. ഇതൊരു ബേസിക് റൂളാണ്. ഏത്? ഡയറക്ഷൻ്റെ ഒരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും സൈഡും റിലേറ്റ് ചെയ്തിരിക്കുന്ന ബേസിക് റൂളാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, പിന്നെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക എപ്പോഴും വിത്ത് റെസ്പെക്ട് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് നമ്മൾ ആംഗിൾ, ട്രയാങ്കിൾ അല്ല ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ആംഗിൾ മെഷർ ചെയ്ത് എത്ര ആംഗിൾ ആണെന്ന് ചോദിച്ചാൽ നോർമലി നമ്മൾ മെഷർ ചെയ്യുക എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എത്രയാണെന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പം മേ ബി അല്ലെങ്കിൽ അവർ റെഫറൻസ് ഇതാണെന്ന് പറയും, ഇവിടുന്ന് എത്ര ആംഗിൾ എന്ന് പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നോർമലി നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
ഇനിയിപ്പം ഒരു ഡയറക്ഷൻ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ walks 12 കിലോമീറ്റർ ഡ്യൂ നോർത്ത്, then 15 കിലോമീറ്റർ ഡ്യൂ ഈസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് 19 കിലോമീറ്റർ ഡ്യൂ വെസ്റ്റ്, and then 15 കിലോമീറ്റർ ഡ്യൂ സൗത്ത്. ഹൗ ഫാർ ഈസ് ഹീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പേഴ്സാണ്. ഓക്കെ, 12, 15, 19, 15. ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു ഡയറക്ഷൻ്റെ ഫിഗർ വരയ്ക്കേണ്ടത് നമുക്ക് എക്സ്ട്രാ പേപ്പർ ഉണ്ടാകില്ല UPSCക്ക് അല്ല. ബാക്കിലെ ഷീറ്റിലൊരു ബ്ലാങ്ക് പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ നോർമലി നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് ചെയ്യുക എവിടെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് തന്നെയാണ്. അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുള്ള സ്പേസിലാണ് നമ്മൾ ഫിഗറൊക്കെ വരയ്ക്കാറ്. അപ്പം നമ്മുടെ സ്പേസ് ലിമിറ്റഡ് ആണ്, നമുക്ക് വരയ്ക്കാനുള്ള സ്പേസ് ലിമിറ്റഡ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പം ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇവിടെ നിങ്ങൾ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് വലിയ സൈഡിന് വലിയ ലൈനും ചെറിയ സൈഡിന് ചെറിയ ലൈനും കൊടുക്കണം. അപ്പോൾ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മേ ബി കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം നിങ്ങൾ നമ്പേഴ്സൊക്കെ നോക്കുക. 12, 15, 19 എല്ലാം ക്ലോസ് ആണ്. അതുകൊണ്ട് 12-ന് അത്യാവശ്യം വലിയ ലൈൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിപ്പം അത്രയും 100ഉം തന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ 3 വലിയൊരു ലൈൻ വരച്ചാൽ അതിൻ്റെ പ്രൊപ്പോർഷനിൽ 100 വരയ്ക്കണമെങ്കിൽ വളരെ വലിയ ലൈൻ വരയ്ക്കേണ്ടി വരും. സോ അപ്പം നിങ്ങൾക്ക് അവിടെ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെറിയ ലൈൻ വരയ്ക്കും, അപ്പം കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പം കൃത്യമായിട്ട് അളന്ന് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളൊരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം അതായത് 12-നേക്കാളും കുറച്ചുകൂടി വലിയ ലൈൻ ആയിരിക്കണം 15. ഓക്കെ, സോ ആ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം എത്രയൊക്കെ ചെറിയ ലൈൻ ഏതാണ് വലിയ ലൈൻ നമ്പർ ഏതാണെന്നുള്ള കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുകൊണ്ടാണ് ആദ്യം നമ്പേഴ്സ് നോക്കി വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവർ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, ഒരു പോയിന്റ് എടുക്കുന്നു. പോയിന്റ് എടുത്തു. എ പേഴ്സൺ walks 12 കിലോമീറ്റർ ഡ്യൂ നോർത്ത്. അപ്പം ഞാൻ നോർത്ത് സൗത്ത് തെറ്റിപ്പോവാതിരിക്കാൻ ഇവിടെ മാർക്ക് ചെയ്യും, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, അപ്പം എ പേഴ്സൺ walks 12 കിലോമീറ്റർ ഡ്യൂ നോർത്ത്. അപ്പോൾ ഈ പോയിന്റ് എങ്ങോട്ട് പോകുന്നു, നോർത്തിലോട്ട് പോകുന്നു. ഓക്കെ, എത്ര 12. സോ ഇതാണ് എൻ്റെ റെഫറൻസ് പോയിന്റ്. ഇനി 12-നേക്കാളും വലിയ ലൈൻ വരികയാണെങ്കിൽ, നമ്പേഴ്സ് വരികയാണെങ്കിൽ 12 ഈ വരച്ചതിനേക്കാളും വലിയ ലൈൻ വരയ്ക്കും. സോ അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ ചെറിയ ലൈൻ വരയ്ക്കും. ഓക്കെ, സിമ്പിൾ. അപ്പം ഈ പോയിന്റിലെത്തി. ഈ പോയിന്റിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നു, ഡ്യൂ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഫൈൻ. ഈസ്റ്റിലോട്ട് എത്ര പോകുന്നു, 15. അപ്പം 12-നേക്കാളും കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കുന്നു. ഈ പോയിന്റ് എത്തി. എത്രയാണ്, 15 ആണ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 12 കിലോമീറ്റർ നോർത്തിലോട്ട് പോയി, ദെൻ 15 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി. ആഫ്റ്റർ ദാറ്റ് 19 കിലോമീറ്റർ വെസ്റ്റ്. അപ്പോൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരയ്ക്കണം, ഇങ്ങോട്ട് വരയ്ക്കണം. സോ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മേലോട്ടൊന്നും വരയ്ക്കാൻ പാടില്ല. ഓക്കെ, സോ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നതെങ്കിൽ അയാൾ ഏത് ഫേസിലോട്ടാണ്, എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാറ്റർ അല്ല. ഓക്കെ, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് പോവുക, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലോട്ട് പോവുക, നോർത്ത് എന്ന് പറഞ്ഞാൽ നേരെ മേലോട്ട് വരയ്ക്കുക, സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരയ്ക്കുക. ഒരു പ്രശ്നമില്ല. അയാൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് മാറ്ററേ അല്ല. സോ ഈ പോയിന്റിൽ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന ഈസ്റ്റിലോട്ടാണ്, നോ മാറ്റർ, ഡസൻ മാറ്റർ. എന്ത് ചെയ്യണം, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം. ഓക്കെ, ഫൈൻ. ഈ പോയിന്റ് എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ട് വരണം. ഇങ്ങനെ വരുന്നു. എത്ര കിലോമീറ്റർ വരണം, 19 കിലോമീറ്റർ. ഇവിടെ എത്തുമ്പോൾ എത്രയായി, 15 ആയി. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കണം അല്ലേ. എത്ര നീട്ടി വരയ്ക്കണം, 4. അപ്പോഴാണ് ടോട്ടൽ എന്താകുക, 19 ആകുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 19 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഈ പോയിന്റിലെത്തി. ഓക്കെ, ഫൈൻ. ഇനി ആ പോയിന്റിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്, ദെൻ 15 കിലോമീറ്റർ ഡ്യൂ സൗത്ത്. സോ 12-നേക്കാളും കുറച്ചുകൂടി വലിയ ലൈൻ വരയ്ക്കുന്നു. ഈ പോയിന്റ് എത്തി. ഓക്കെ, സോ ഇതാണ് എൻഡിങ് പോയിന്റ്. ചോദ്യം എന്താണ്, ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ചോദ്യം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈൻ പെർപെൻഡിക്കുലറി ജോയിൻ ചെയ്യുന്നു. ഓക്കെ,
സോ ഒരു റെക്ടാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു റെക്ടാങ്കിൾ അല്ലേ, കംപ്ലീറ്റ് 90 ഡിഗ്രിയിലല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 12 ആണെന്ന് അറിയാം അല്ലേ, ഇത് 12 ആണ്, ഇത്രയും 12 ആണ്. അപ്പോൾ ഇത്രയും 12 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 12 ആയിരിക്കും. സോ ടോട്ടൽ ഈ ലെങ്ത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരണം? 3 വരണം. 12 + 3 15. ഓക്കെ, സോ ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 4 ആയിരിക്കും, റെക്ടാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയോ? കിട്ടിയില്ലേ? സോ ഇത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാണ്. ഇത് 4, ഇത് 3. എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ C² √√A² + B² അല്ലേ. സോ എന്ത് വരും? √4² + 3² √16 + 9 √25 = 5. ഓക്കെ, √25 = 5. നമ്മുടെ ആൻസർ എന്താണ്? 5 കിലോമീറ്റർ. ഓക്കെ, സോ അപ്പം ഇതാണ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം 5 കിലോമീറ്ററിൻ്റെ വരയ്ക്കുന്ന ലൈനിൻ്റെ ഒരു ഇരട്ടി വേണം 10 കിലോമീറ്റർ വരയ്ക്കാൻ. പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തതിൽ മേ ബി കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കൊന്നും വേണ്ട. ഓക്കെ, പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ നോർത്ത് ആണെങ്കിൽ നോർത്ത് മാത്രം പോവുക, സൗത്ത് ആണെങ്കിൽ സൗത്ത്, ഈസ്റ്റ് ആണ് ഈസ്റ്റ്. ആ ഡയറക്ഷൻ എങ്ങോട്ടാണ് പറയുന്നത് അങ്ങോട്ട് പോവുക. ഓക്കെ, എന്നിട്ട് അതേപോലെ ആ ആൾ പോകുന്ന വഴിയിലൂടെ നമ്മൾ പോവുക. അതിനുശേഷം നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, 2016 9th question. A person X was driving in a place where all roads ran either south or east-west, forming a grid. Roads are at a distance 1 kilometer from each other in parallel. He started at the intersection of two roads, drove 3 kilometers north, 3 kilometers west, 4 kilometers south, which further route could bring him back to his starting point if the same route is not repeated. ഓക്കെ, സോ ഒരാളെന്ത് ചെയ്യുന്നു? ക്വസ്റ്റിൻ്റെ മീനിങ് എന്താ? ഒരാളെന്ത് ചെയ്യുന്നു? ഡ്രൈവ് ചെയ്യാണ്. പ്ലേസ് വെർ ഓൾ റോഡ്സ് റാൻ ഐദർ നോർത്ത് സൗത്ത് ഓർ ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഇവിടെ റോഡിന് കണ്ടീഷൻ പറഞ്ഞു. റോഡ് എങ്ങനെയേ പോകുന്നുള്ളൂ? നോർത്ത് സൗത്ത് ഓർ ഈസ്റ്റ് വെസ്റ്റ്. എങ്ങനെ റോഡ് പോകുന്നില്ല? നമ്മൾ നേരത്തെ വരച്ചതുപോലെ ചരിഞ്ഞ് റോഡ് പോകുന്നില്ല. ഓക്കെ ആണോ? ഫൈൻ. ഇനി റോഡ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് 1 kilometer ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഏത് അടുത്തടുത്തിരിക്കുന്ന 2 റോഡ് തമ്മിൽ 1 kilometer ഡിസ്റ്റൻസ് ഉണ്ട്. ചുമ്മാ നിങ്ങൾ കൺഫ്യൂഷൻ ആകാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണ്, അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, റോഡ്സ് ആർ അറ്റ് എ ഡിസ്റ്റൻസ് 1 kilometer ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഈ സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ മുതലാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. പിന്നെ റോഡ്സ് എന്താണ്? ഐദർ നോർത്ത് സൗത്ത് ഓർ ഈസ്റ്റ് വെസ്റ്റേ പോകുന്നുള്ളൂ, ചരിഞ്ഞ റോഡ് പോകുന്നില്ല. ഓക്കെ, സോ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. വരച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി സ്റ്റാർട്ടഡ് അറ്റ് എ ഇൻ്റർസെക്ഷൻ ഓഫ് ടു റോഡ്സ്. ഒരു റോഡിൻ്റെ ഇൻ്റർസെക്ഷനിൽ വെച്ച് ഇയാൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഡ്രോവ് 3 kilometers നോർത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഡ്രോ 3 kilometers നോർത്ത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 3 kilometers നോർത്തിലോട്ട് പോകുന്നു, ഈ പോയിന്റിലെത്തുന്നു. ഓക്കെ, ഫൈൻ. ഡ്രോ 3 kilometers നോർത്ത്. 3 kilometers വെസ്റ്റ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വെസ്റ്റിലോട്ട് പോകുന്നു. എത്ര കിലോമീറ്റർ? 3 kilometers. ഓക്കെ, സോ 3 kilometers വെസ്റ്റ്. സോ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം അല്ലേ? 3 kilometers വെസ്റ്റിലോട്ട് പോയി. പിന്നെന്താ സംഭവിക്കുന്നത്? ദെൻ ആൻഡ് 4 kilometers സൗത്ത്. ഇവിടുന്ന് സൗത്തിലോട്ട് 4 kilometers. 4. അപ്പം 3യേക്കാളും വലിയ ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് എൻഡിങ് പോയിന്റ്. സോ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്. വിച്ച് ഫർദർ റൂട്ട് കുഡ് ബ്രിങ് ഹിം ബാക്ക് ടു ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഇഫ് ദ സെയിം റൂട്ട് ഈസ് നോട്ട് റിപ്പീറ്റഡ്. അപ്പം സെയിം റൂട്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ എങ്ങനെ ഇയാൾക്ക് തിരിച്ചെത്താം?
നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, റോഡ് ചരിഞ്ഞ് പോകുന്നില്ല, ഐദർ നോർത്ത് സൗത്ത് ഓർ ഈസ്റ്റ് വെസ്റ്റേ പോകുന്നു. ആ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെന്താണ് പ്രോബ്ലം? ഈ റൂട്ട് എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, സെയിം റൂട്ട് ഈസ് നോട്ട് റിപ്പീറ്റഡ് എന്ന് പറയുന്നുണ്ട്. സെയിം റൂട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, സോ സെയിം റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ആ റൂട്ടും പോകാൻ പറ്റില്ല. പിന്നെ ഏതാണ് ഓപ്ഷൻ? ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ ഫൈൻ. ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. സോ ഇതാണ് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ ഇതെത്രയാണ്? 3. അതുകൊണ്ട് ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. ശരിയല്ലേ? ഇത് 4 ആണല്ലേ? അപ്പോൾ ഇത്രയും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ അതിൽ ഇത്രയും പോർഷൻ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പം തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്താൻ എന്ത് ചെയ്യണം? 3 കിലോമീറ്റർ. ഇതേതാ ഡയറക്ഷൻ? ഇത് ഈസ്റ്റ് ആണ് ഡയറക്ഷൻ. ഇങ്ങോട്ട് പോയാൽ ഈസ്റ്റ് ആണ്, റൈറ്റിലോട്ട് പോയാൽ ഈസ്റ്റ് ആണ്. 3 കിലോമീറ്റർ അങ്ങേര് ഈസ്റ്റിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ടേൺ ചെയ്തിട്ട് 1 കിലോമീറ്റർ എങ്ങോട്ട് പോകണം? നോർത്തിലോട്ട് പോകണം. സോ ഇത് നോർത്താണ്. ഓക്കെ, സോ 3 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയതിന് ശേഷം 1 കിലോമീറ്റർ നോർത്തിലോട്ട് പോകണം. അതാണ് നമ്മുടെ ആൻസർ. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 3 കിലോമീറ്റർ ഈസ്റ്റ് ആൻഡ് 2 കിലോമീറ്റർ സൗത്ത്. റോങ് ആണ്. 3 കിലോമീറ്റർ ഈസ്റ്റ് 1 കിലോമീറ്റർ നോർത്ത്. ഓക്കെ, 3 കിലോമീറ്റർ ഈസ്റ്റ് 1 കിലോമീറ്റർ നോർത്ത് കറക്റ്റ് ആണ്. സോ 1 കിലോമീറ്റർ നോർത്ത് അല്ല, 3 കിലോമീറ്റർ സൗത്ത് അല്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 3 കിലോമീറ്റർ ഈസ്റ്റ് ദെൻ 1 കിലോമീറ്റർ നോർത്ത്. ഓക്കെ ഫൈൻ. സോ അപ്പം ഇങ്ങനെ കണ്ടീഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ബേസിക് ആയിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ്റെ അകത്ത് കുറച്ച് ഡിഫിക്കൽട്ടി കൊണ്ടുവരണം എന്ന് UPSCക്ക് തോന്നുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ലെഫ്റ്റും റൈറ്റും കൊണ്ടുവരാൻ വേണ്ടി പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. Question 2021 18th question. Okay, ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. A bank employee drives 10 km towards south from her house and turn to her left and drives another 20 km. She again turns left and drives 40 km. Then she drives another, she turns to her right and drives another 5 km. She again turns to her right and drives another 30 km. കണ്ടോ, ഒരുപാട് കൺഫ്യൂഷൻസ് കൊണ്ടുവന്നു. റൈറ്റും ലെഫ്റ്റും പറഞ്ഞു, അതിൻ്റെ ഇടയിൽ സൗത്ത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെർ ബാങ്ക് ആൻഡ് ഹെർ ഹൗസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ചു നോക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? നമ്പേഴ്സ് 5 ഉണ്ട്, 40 ഉണ്ട്. അപ്പം നമ്മൾ 10 വലിയൊരു ലൈൻ വരച്ചാൽ എന്ത് സംഭവിക്കും? 40 വരയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല അല്ലേ? സോ അപ്പം 10 വരയ്ക്കണമെങ്കിൽ 40 വരയ്ക്കാനുള്ള സ്പേസ് കൂടെ വിട്ടിട്ട് വേണം നമ്മൾ 10 വരയ്ക്കാൻ. ഓക്കെ, അപ്പം ഞാൻ വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് റൈറ്റും ലെഫ്റ്റും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. അതായത് ഇതാണ് നോർത്തെങ്കിൽ, സോറി, ഇതാ നോർത്തിലോട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാളുടെ റൈറ്റ് എന്തായിരിക്കും? നമ്മുടെ റൈറ്റും നമ്മുടെ ലെഫ്റ്റും ആയിരിക്കും അല്ലേ? റൈറ്റ് എങ്ങോട്ടായിരിക്കും? റൈറ്റ് ഈസ്റ്റിലോട്ടായിരിക്കും, ലെഫ്റ്റ് വെസ്റ്റിലോട്ടായിരിക്കും. ഇനി ഈ സെയിം പേഴ്സൺ സൗത്തിലോട്ടാണ് പോകുന്നതെങ്കിലോ റൈറ്റും ലെഫ്റ്റും നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ? റൈറ്റ് എങ്ങോട്ടായിരിക്കും? റൈറ്റ് ഈസ്റ്റിലോട്ടായിരിക്കും, സോറി വെസ്റ്റിലോട്ടായിരിക്കും, ലെഫ്റ്റ് ഈസ്റ്റിലോട്ടായിരിക്കും. ഇനി ഒരാൾ ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിലോ റൈറ്റ് സൗത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് നോർത്തിലോട്ടായിരിക്കും. ഫൈൻ. ഇനി വെസ്റ്റിലോട്ടാണ് ഒരാൾ പോകുന്നതെങ്കിലോ റൈറ്റ് നോർത്തിലോട്ടായിരിക്കും, ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? സൗത്തിലോട്ടായിരിക്കും. ഈ 4 ഡയറക്ഷനും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പേപ്പർ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ റൈറ്റ് പറയുമ്പോൾ ലെഫ്റ്റ്, നിങ്ങൾ ഒരു പേപ്പർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നേരെ പിടിക്കാം. ഓക്കെ, നിങ്ങൾ നേരെ ലൈന് നേരെ ഫ്രണ്ടിലോട്ട് പോകുന്ന രീതിയിൽ, നോർത്തിലോട്ട് പോകുന്ന രീതിയിൽ വരയ്ക്കാം, വെക്കുക. നിങ്ങൾ നേരെ പോകുന്ന രീതിയിൽ.
പിന്നെ റൈറ്റും ലെഫ്റ്റും വരയ്ക്കും നമ്മൾ എളുപ്പമാണ്, നമ്മുടെ റൈറ്റ് നമ്മുടെ ലെഫ്റ്റ്. പിന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക, നേരെ പിടിക്കുക. ലൈൻ എപ്പോഴും നേരെ ആയിരിക്കണം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും റൈറ്റും ലെഫ്റ്റും വിട്ടിട്ട് അവർ നോർത്തും സൗത്തും പറഞ്ഞാൽ ആദ്യത്തെ പൊസിഷനിൽ വീണ്ടും തിരിച്ചു വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ബാക്കി വരയ്ക്കാവൂ. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് ഓർക്കാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം, അത് മതി. ഓക്കെ ആണോ? സോ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഫൈൻ. സോ ആദ്യം ബാങ്ക് എംപ്ലോയി ഡ്രൈവ്സ് 10 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. ആദ്യം സൗത്തിലോട്ടാണ് പോകുന്നത് അല്ലേ? സോ ഞാനെന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് എടുക്കുന്നു. സോ സൗത്ത് ലെഫ്റ്റ്. ഓക്കെ ഫൈൻ. ഇവിടുന്ന് ഇതാണ് ഈ ഒരു ബാങ്ക് എംപ്ലോയിൻ്റെ ഹൗസ്. ഓക്കെ, ഹൗസ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, സൗത്തിലോട്ട് 10 കിലോമീറ്റർ പോകുന്നു. ഞാൻ ഇത്രയും ചെറുതാക്കി 10 വരയ്ക്കാൻ കാരണം എനിക്ക് 40 വരയ്ക്കാനുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് 10 കിലോമീറ്റർ. അപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ? അപ്പം ഇവിടെ എത്തി, സൗത്തിലോട്ട് പോയി ഈ പോയിന്റിലെത്തി. ഇപ്പം ഈ നമ്മുടെ ബാങ്ക് എംപ്ലോയി എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, സൗത്തിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബാങ്ക് എംപ്ലോയി എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, സൗത്ത് ഫ്രം ഹർ ഹൗസ് ആൻഡ് ടേൺസ് ടു ഹർ ലെഫ്റ്റ്. പിന്നെ ലെഫ്റ്റിലോട്ടാണ് ടേൺ ചെയ്യുന്നത് അല്ലേ? സോ അപ്പോൾ ആലോചിക്കുക, സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, ഈസ്റ്റിലോട്ടായിരിക്കും. റൈറ്റ് എങ്ങോട്ടായിരിക്കും അല്ലേ, വെസ്റ്റിലോട്ടായിരിക്കും. കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ, മാറിപ്പോകാൻ പാടില്ല. ഓക്കെ ആണോ? അപ്പോൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ എങ്ങോട്ട് പോകണം, ഈസ്റ്റിലോട്ട് പോകണം. എത്ര കിലോമീറ്റർ, 20. അപ്പം 10ൻ്റെ ഒരു ഡബിൾ വരയ്ക്കാം, 20. ഈ പോയിന്റിലെത്തി. ഇപ്പം നമ്മുടെ ബാങ്ക് എംപ്ലോയി എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഷീ അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാളുടെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, നോർത്തിലോട്ടായിരിക്കും. അപ്പോൾ എങ്ങോട്ട് പോകണം, ടേൺ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകണം. ഓക്കെ, സോ എന്നിട്ട് എത്ര പോകുന്നു, 40. അപ്പം നമുക്ക് 10ൻ്റെ ഒരു 4 ടൈംസ്. ഓക്കെ ഫൈൻ, 40. ഈ പോയിന്റിലെത്തി. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് വരയ്ക്കുന്നത് കുറച്ച് സ്പേസ് കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ നിങ്ങളൊന്ന് മാറ്റി വരച്ചാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, ഞാനിപ്പം ഓൾറെഡി എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ എടുത്തത്. മേ ബി നിങ്ങളിവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് പിന്നെ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മേ ബി മേലോട്ട് പോകും, നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് മാറ്റി വരച്ചാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ ഫൈൻ. അപ്പം സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ എത്തി അല്ലേ, ഏത് 40 കിലോമീറ്റർ എങ്ങോട്ട് പോയി, ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തു, ആ പോയിന്റിലെത്തി. ഇനി ഇപ്പോൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, നോർത്തിലോട്ടാണ്. അപ്പം കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മുടെ റൈറ്റും ലെഫ്റ്റിനാണ്, അവരുടെ റൈറ്റ് ലെഫ്റ്റും. ഓക്കെ, ഇവിടുന്ന് എങ്ങോട്ട് ടേൺ ചെയ്യുന്നു, ടേൺ ടു ഹെർ റൈറ്റ്. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു ആൻഡ് ഡ്രൈവ്സ് 5. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് 5. അപ്പോൾ ഇപ്പം ഫേസ് ചെയ്തിരിക്കുന്നത് വീണ്ടും എങ്ങോട്ടാണ്, ഈസ്റ്റിലോട്ടാണ്. ഇപ്പോൾ റൈറ്റ് സൗത്തിലോട്ട്, ലെഫ്റ്റ് നോർത്തിലോട്ട്. ഓക്കെ ഫൈൻ. ആ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഷീ ടേൺ ഹെർ റൈറ്റ്. ഇവിടുന്ന് റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു, അപ്പോൾ അങ്ങോട്ട് വരണം, സൗത്തിലോട്ട് വരണം. ഓക്കെ, സൗത്തിലോട്ട് വരുന്നു. എത്ര കിലോമീറ്റർ, 30 കിലോമീറ്റർ. ഓക്കെ, അതിന് ഇവിടുന്ന് 30 കിലോമീറ്റർ സൗത്തിലോട്ട് വരുന്നു, ഈ പോയിന്റിലെത്തുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ നിങ്ങൾ ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്യണം. എന്താണ് ലോജിക്ക്? നിങ്ങൾക്ക് മേ ബി വരയ്ക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഇവിടെ പോകുന്നുണ്ടാവും എൻഡിങ്, ആ 30യുടെ എൻഡിങ് പെർഫെക്റ്റ് ആയിട്ട് വരച്ച് കിട്ടി എന്ന് വരികയില്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പാരൽ ലൈനാണ് അല്ലേ, ഈ 40, 10, 30 ഒക്കെ പാരൽ ലൈനാണ്. ആൻഡ് ദിസ് ഈസ് 10 ആൻഡ് ദിസ് ഈസ് 30. സോ 10 + 30 40. അപ്പോൾ ഇത് മാച്ച് ആവണം. ഇത് മാച്ച് ആവണമെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കണം, സെയിം ഈ ഒരു പാരൽ, ഈ 20യുടെയൊക്കെ പാരൽ ലൈനായിട്ട് തന്നെ വരണം അല്ലേ. അപ്പോൾ ഇത് ഒരേ ലൈനിലാണ് ഈ രണ്ട് പോയിന്റും കിടക്കുന്നത്. കാരണം എന്താണ്, 10 + 30 = 40 ആണ്. ഓക്കെ, സോ ആ ഒരു ലോജിക്ക് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം. മേ ബി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി തോന്നും. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? എന്ത് ചെയ്യണം, ഇത് 20 ആയതുകൊണ്ട് ഇത് 20 ആയിരിക്കും. ഓക്കെ ഫൈൻ. ഇത് 5 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, 5 ആയിരിക്കും. സോ ഹോമിൽ നിന്ന് ഓഫീസിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 20 + 5 അല്ലേ. 20 + 5 = 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ.
ഓക്കെ. സോ അപ്പോൾ ആ ലോജിക്ക് നിങ്ങൾ കൊണ്ടുവരണം. 30+40 30+10 40. അപ്പോൾ നിങ്ങൾ അഥവാ കുറച്ച് നീട്ടി വരച്ച് പോയാലും കുറച്ച് ഷോർട്ടായി പോയാലും ഒക്കെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ആ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ ഫൈൻ. സോ അപ്പം ലെഫ്റ്റും റൈറ്റും വരുമ്പം കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ പേപ്പർ റൊട്ടേറ്റ് ചെയ്തൊന്ന് വരച്ച് നോക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഫൈൻ. സോ ഇതാണ് കുറച്ചൊന്ന് ഡിഫിക്കൽട്ടി കൂട്ടുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം. ഓക്കെ, റൈറ്റും ലെഫ്റ്റും കൊണ്ടുവരും എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. നമുക്കൊരു അടുത്ത എക്സാമ്പിൾ നോക്കാം. 2020-31 2020 31ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. എ മാൻ walks down the back side of his house straight 25 meter, then turns to the right and walks 50 meter again. Then he turns towards left and again walks 25 meter. If this house faces to east, what is his direction from the starting point? ഓക്കെ, ഇത് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ ക്ലൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ ഏതാണ്? If his house faces to east, അങ്ങയുടെ ഹൗസ് ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വേണം നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ ഫൈൻ. ഒന്ന് ചെയ്ത് നോക്കാം, തിരിച്ചു വരും. ഫൈൻ. അപ്പോൾ ഞാൻ ഒന്ന് വരച്ചു നോക്കാം. ഈസ്റ്റിലോട്ടാണ് അങ്ങയുടെ ഹൗസ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തൊരു ഹൗസ് വരയ്ക്കുന്നു. ഓക്കെ ഫൈൻ. ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് വരയ്ക്കുന്ന ഹൗസിൻ്റെ ബാക്ക് സൈഡ് എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലോട്ടായിരിക്കും. ഓക്കെ. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹൗസിൻ്റെ ബാക്ക് സൈഡ് എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലോട്ടായിരിക്കും. അപ്പം നമ്മുടെ മാൻ എന്താ ചെയ്യുന്നത്? വീടിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം അങ്ങേര് ഏത് ഡയറക്ഷനിലായിരിക്കും പോയിണ്ടാകാം? വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ്. കാരണം വീട് ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡ് അങ്ങോട്ടാണ്? വെസ്റ്റിലോട്ടാണ്. സോ ഈ പോയിന്റിൽ നിന്ന് എ മാൻ walks down back side of his house straight 25 meter. ബാക്ക് സൈഡിൽ നിന്ന് നേരെ 25 മീറ്റർ നടക്കുന്നു. ഓക്കെ. സോ ഈ പോയിന്റിലെത്തി. അവിടുന്ന് എന്താ ചെയ്യുന്നത്? ഇപ്പം എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? വെസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ടേൺ റൈറ്റ്. അതെ, വെസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാളുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? നോർത്തിലോട്ടായിരിക്കും. ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? സൗത്തിലോട്ടായിരിക്കും. ടേൺ റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് പോകണം. ഓക്കെ, എത്ര? 50. ഓക്കെ. സോ ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? നോർത്തിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? നോർത്തിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹീ ടേൺസ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ്, അത് നമ്മുടെ ലെഫ്റ്റും നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുക. സെയിമാണ്, സിമ്പിളാണ്. ലെഫ്റ്റും റൈറ്റും നമ്മൾ ലെഫ്റ്റും റൈറ്റും തന്നെ. ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നു. എത്ര പോകുന്നു? 25. സോ ഈ പോയിന്റിലെത്തുന്നു. ഓക്കെ. സോ ഇതാണ് എൻഡിങ് പോയിന്റ്. വാട്ട് ഈസ് ഹിസ് ഡയറക്ഷൻ ഫ്രം ദ സ്റ്റാർട്ടിങ് പോയിന്റ്? അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മളൊരു ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ഒരു പോയിന്റ്, പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ പറയാറ്. അപ്പോൾ നമുക്കൊരു റെഫറൻസ് പോയിന്റ് വേണം ഒരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ. ഇവിടുത്തെ റെഫറൻസ് പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു അല്ലേ? സ്റ്റാർട്ടിങ് പോയിന്റ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്താൽ ഈ ഡയറക്ഷൻ എന്താണ്? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലേ? ഏതാണ് ഡയറക്ഷൻ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ്. ഓക്കെ. സോ ഇയാൾ എൻഡിങ് പോയിന്റിൽ എവിടെയാണ് ഇരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിങ് പോയിന്റ് നോർത്ത് വെസ്റ്റിലാണ്. ഓക്കെ അല്ലേ? ഫൈൻ. സോ അപ്പം ഇങ്ങനെയുള്ള നോർത്ത് വെസ്റ്റ് പോലത്തെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയേക്കാം. സോ 2020-31 ക്വസ്റ്റ്യൻ ഒക്കെ ആണല്ലോ. ഫൈൻ. സോ റൈറ്റും ലെഫ്റ്റും വരുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യാം. റൈറ്റും ലെഫ്റ്റും വരുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ. എ പേഴ്സൺ walks 100 meter westward, then turn left and walks 100 meter. He then takes 225 degree ആണ്. ഓക്കെ. സോ 225 ഡിഗ്രി. ഓക്കെ, 225 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. 225 ഡിഗ്രി. ടേൺ ക്ലോക്ക് വൈസ്. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി വാക്കിംഗ് നൗ? അപ്പം എ പേഴ്സൺ walks
100. അപ്പോൾ ഒരു പോയിന്റ് എടുക്കുന്നു, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ ഫൈൻ. എ മാൻ പേഴ്സൺ walks 100 meter വെസ്റ്റ്. സോ എങ്ങോട്ട് പോകുന്നു? വെസ്റ്റിലോട്ട് പോകുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. 100 meter വെസ്റ്റിലോട്ട് പോകുന്നു. ഈ പോയിന്റിലെത്തി. ടേൺ ലെഫ്റ്റ്. അപ്പം വെസ്റ്റിലോട്ട് ഇരിക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൗത്തിലോട്ടാണ് അല്ലേ? ഇത് റൈറ്റ്. ടേൺ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരും, താഴേക്ക് വരും, സൗത്തിലോട്ട് വരും. എത്ര മീറ്റർ പോയി? 100 meter പോയി. സോ ഇങ്ങനെ ഇപ്പം ഫേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്തിലോട്ടാണ് അല്ലേ? ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്തിലോട്ടാണ്. ദെൻ ഹി ടേക്സ് 225 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിളിനെ പറ്റി നല്ലൊരു ധാരണ വേണം അവിടെ. 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇതാണ് 90 ഡിഗ്രി, ശരിയല്ലേ? ഓക്കെ, 90 ഡിഗ്രി. സോ ഇതും 90 ഡിഗ്രിയാണ്, ശരിയാണോ? 90 ഡിഗ്രി. സോ ടോട്ടൽ ഇവിടെ എന്താ വന്നു? 180 ഡിഗ്രി. സോ ഒരു 90 കൂടി ആയാൽ എന്തായി? 270 ആയി അല്ലേ? 3 × 9 270, 27. അപ്പം 225 എന്ന് പറയുമ്പോൾ എത്ര ആംഗിൾ പോയി കാണും ഇവിടെ? ഇതിൻ്റെ പകുതി അല്ലേ? 180 + 45 അല്ലേ? 225. ഓക്കെ, സോ ഇവിടുന്ന് ഇത്രയും ആംഗിൾ പോകുമ്പോഴാണ് എന്താകുന്നത്? 225 ഡിഗ്രി ആകുന്നത്. 90 + 45. ഓക്കെ ആണോ? 90 + 45. അപ്പം ഇപ്പം സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരാൾ ഓക്കെ എന്ത് ചെയ്യുന്നു? 90 എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്കിൻ്റെ സൂചി മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ, അതാണ് ക്ലോക്ക് വൈസ്. അപ്പം എങ്ങോട്ടാണ് ടേൺ ചെയ്തിട്ടുണ്ടാകുക? ഇങ്ങോട്ടാണ് ടേൺ ചെയ്യുക അല്ലേ? ശരിയാണോ? ഓക്കെ, സോ ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ ഇത്രയും ടേൺ ചെയ്താൽ എത്രയായി? 90 ആയി. ടേൺ ചെയ്ത് ഇവിടെ എത്തിയാൽ എത്രയായി? അനദർ 90, 180 ആയി. ഇനി എത്ര കൂടെ ടേൺ ചെയ്താൽ മതി? 45 കൂടെ ടേൺ ചെയ്താൽ പറയാം. 180 + 45 225. സോ ഒരു 45 കൂടെ ടേൺ ചെയ്തു. ഓക്കെ, അപ്പം സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഇയാൾ 90 + 90 180 + 45 ടോട്ടൽ 225 ടേൺ ചെയ്തു. അപ്പം അങ്ങേര് ഏത് ഡയറക്ഷനിലോട്ടായി? സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ്. ഇത് ഇവിടുന്ന് ഉള്ള ഡയറക്ഷൻ. ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി വാക്കിംഗ് നൗ? ഇങ്ങേര് ഇതേതാണ് ഡയറക്ഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിങ് പോയിന്റ്, നോക്കുകയാണെങ്കിൽ അങ്ങേരുള്ള ഡയറക്ഷൻ എന്താണ്? ഇവിടെയാണ് അല്ലേ? പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റാർട്ടിങ് പോയിന്റ് ഏത് ഡയറക്ഷൻ എന്നല്ല, ഏത് ഡയറക്ഷനിലോട്ടാണ് അങ്ങേര് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടെ ഇപ്പോൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത്. അപ്പോഴാണ് നമ്മളെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് സൗത്ത്, ഇത് നോർത്ത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് വാക്കിംഗ് നൗ എന്നേ പറഞ്ഞുള്ളൂ. സോ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതേതാണ് ഡയറക്ഷൻ? നോർത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ഈ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് അങ്ങേര് ഏത് ഡയറക്ഷനിലോട്ടാണ് നടക്കുന്നത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് നടക്കുന്നത്. സോ ആൻസർ എന്താണ്? നോർത്ത് ഈസ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പം ഇത് കുറച്ചൊന്നും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ ആംഗിൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ധാരണ വേണം. ടോട്ടൽ ആംഗിൾ 360 ആണ്, പകുതി 180 ആയിരിക്കും, ഇത് 90 and 45. സോ 225 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? 90 + 90 + 125, ഇത്രയും ഡിഗ്രി മൂവ് ചെയ്യും. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഡയറക്ഷൻ, ക്ലോക്കിൻ്റെ ഡയറക്ഷൻ പോകുന്ന സൈഡ് ആൻഡ് ഓക്കെ, ക്ലോക്ക് പോകുന്ന ഡയറക്ഷൻ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ ഫൈൻ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നോർത്ത് ഈസ്റ്റ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2 friends X and Y start running and they run together 50 meter in the same direction and reach a point. Okay, X turns right and runs 60 meter while Y turns left and runs 40 meter. Then X turns left and runs 50 meter, stops. Y turns right and runs 50 meter and then stops. How far the 2 friends from each other? Okay fine. So question careful ആയിട്ട് വായിക്കാം. നിങ്ങൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, നോർത്തിലോട്ട്
അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് സൗത്തിലോട്ട് പോയി എന്ന് പറയുന്നു, നോർത്തിലോട്ട് പോയി എന്ന് പറയുന്നു, വെസ്റ്റ്വേർഡ് പോയി എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരുമിച്ച് പോയി എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഏത് ഡയറക്ഷനിലോട്ട് പോയി എന്ന് പറയുന്നില്ല. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് പോയിക്കോ, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഞാൻ പറയാ നോർത്തിലോട്ട് പോകുന്നതാണ് സേഫ്. കാരണം എന്താ? നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റൈറ്റും ലെഫ്റ്റും കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഓക്കെ, അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, എങ്ങോട്ട് വേണമെങ്കിൽ പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്തിലോട്ട് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആദ്യത്തെ പ്രോബ്ലം എങ്ങോട്ടാണെന്ന് പോകുന്നത് കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് നോർത്തിലോട്ട് വരയ്ക്കുന്നു. 2 friends X and Y starting running and run together 50 meter in the same direction. അപ്പം ഞാനൊരു പോയിന്റ് എടുക്കുന്നു, പോയിന്റിൽ നിന്ന് നോർത്തിലോട്ട് 50 മീറ്റർ വരയ്ക്കുന്നു. സോ എക്സും വൈയും ട്രാവൽ ചെയ്തു. ഓക്കെ, ഈ പോയിന്റിലെത്തി. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സ് ടേൺ റൈറ്റ്. എക്സ് എങ്ങോട്ട് ടേൺ ചെയ്യുന്നു? റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു. സോ ഇതാണ് എക്സ്. ആൻഡ് ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് ഇവിടെ വരയ്ക്കാം, വൈ ഇവിടെ വരയ്ക്കാം, കൺഫ്യൂഷൻ ആണ്. എക്സ് ടേൺ റൈറ്റ് ആൻഡ് റൺ 60 മീറ്റർ. അപ്പോൾ കുറച്ച് നീട്ടി വരയ്ക്കാം. 60 മീറ്റർ ഇവിടെ എത്തി. ഓക്കെ, സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഫൈൻ. വൈ ടേൺ ലെഫ്റ്റ്. വൈ എവിടെ നിന്നാണ്? ലെഫ്റ്റിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. ആൻഡ് 40 മീറ്റർ ആൻഡ് സ്റ്റോപ്സ്. ഓക്കെ, ഫൈൻ. ഇനി അപ്പോൾ ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. ഇനി എന്താ ചെയ്യുന്നത്? ദെൻ എക്സ് ടേൺ ലെഫ്റ്റ്. അപ്പോൾ എക്സ് എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? നോർത്തിലോട്ടായിരിക്കും. ഇത് റൈറ്റ്. ഓക്കെ, സോ നോർത്തിലോട്ട് പോകുന്നു. എത്ര മീറ്റർ? 50 മീറ്റർ ആൻഡ് സ്റ്റോപ്സ്. ഇതാണ് എക്സിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോ വൈയോ? വൈ ടേൺ റൈറ്റ്. ഓക്കെ, വൈ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റിലോട്ടാണ്. ടേൺ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ് അല്ലേ? സോ നോർത്തിലോട്ട് തന്നെയാണ് വൈയും പോകുന്നത്. ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ എത്രയാ? 50 മീറ്റർ. നോക്കിക്കേ, ഇതും 50 ആണ്, ഇതും 50 ആണ്. അപ്പോൾ അവരെന്തായിരിക്കും? സെയിം പോയിന്റിലായിരിക്കും അല്ലേ? സെയിം ലൈനിലായിരിക്കും ഉണ്ടാകുക അല്ലേ? സെയിം ലൈനിലായിരിക്കും. അപ്പം ചോദ്യം, ഹൗ ഫാർ ആർ ദ 2 friends ഫ്രം ഈച്ച് അതർ? ഓക്കെ, ഈസിയാണ്. ഇത് എത്രയാണ്? 60 + 40 100. ഓക്കെ, 60 + 40 100. ഓക്കെ, ആ റൈറ്റും ലെഫ്റ്റും വരയ്ക്കുന്നുള്ള കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ക്ലിയർ, ഈസിയാണ്. ഓക്കെ ആണോ? സോ ആൻസർ എന്താണ്? 100 മീറ്റർ, ഓപ്ഷൻ എ. ഓക്കെ, ഫൈൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഷാഹിദ് ആൻഡ് രോഹിത് start from the same point in opposite direction. After each 1 kilometer, Shahid always turns left and Rohit always turn right. Which of the following statement is correct? അപ്പം ഇത് കൂടുതൽ ക്ലൂസ് ഒന്നും തന്നില്ല അവർ അല്ലേ? അവരെന്താ പറയുന്നത്? ഷാഹിദും രോഹിത്തും ഒരേ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. ഷാഹിദ് ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ലെഫ്റ്റിലോട്ടും രോഹിത്ത് റൈറ്റിലോട്ടും ടേൺ ചെയ്യും. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം. അപ്പോൾ ഒരു പോയിന്റ് എടുത്തു. ഷാഹിദ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പോയി എന്ന് സങ്കല്പിക്കുക. രോഹിത്തോ ഇങ്ങോട്ട് പോയി എന്ന് സങ്കല്പിക്കുക. ഷാഹിദ് എങ്ങോട്ട് ടേൺ ചെയ്യുന്നു? 1 കിലോമീറ്റർ ആകുമ്പോൾ ടേൺ ലെഫ്റ്റ്. അപ്പം ഷാഹിദ് ഇപ്പം നിൽക്കുന്നത് ഈസ്റ്റിലോട്ടാണ് അല്ലേ? അപ്പം ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? നോർത്തിലോട്ടായിരിക്കും. 1 കിലോമീറ്റർ. രോഹിത്ത് എങ്ങോട്ട് ഫേസ് ചെയ്യുന്നത്? വെസ്റ്റിലോട്ടാണ്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, വെസ്റ്റിലോട്ടാകുമ്പോൾ രോഹിത്ത് റൈറ്റിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. സോ റൈറ്റ് എങ്ങോട്ടായിരിക്കും? അത് നോർത്തിലോട്ട് തന്നെയായിരിക്കും. ശരിയല്ലേ? ഓക്കെ, സോ രോഹിത്ത് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രോഹിത്ത് റൈറ്റിലോട്ട് ടേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ നോർത്തിലോട്ട് തന്നെ വരും. ഓക്കെ, ഫൈൻ. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് കണ്ടിന്യൂ ചെയ്യാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഷാഹിദ് എന്ത് ചെയ്യുന്നു? വീണ്ടും ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും. നോർത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ ഇവിടെ എത്തിയല്ലേ? ഇവിടെ എത്തും. ഈ പോയിന്റ് വീണ്ടും ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും. അപ്പം ഈസ്റ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ താഴോട്ട് വരും അല്ലേ? സോ ഈ പോയിന്റിലെത്തും. സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി തിരിച്ച്. ആര്? ഷാഹിദ്. രോഹിത്തോ ഇവിടുന്ന് റൈറ്റിലോട്ട് ടേൺ ചെയ്തു 1 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്തു. ആരാ? ഷാഹിദിനാ. വീണ്ടും ടേൺ ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നു. സ്റ്റാർട്ടിങ് പോയിന്റിൽ തിരിച്ചെത്തി. ഇതാണ് രോഹിത്തിൻ്റെ ഡയറക്ഷൻ, ഇതാണ് ഷാഹിദിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ആഫ്റ്റർ ബോത്ത് ഹാവ് ട്രാവൽ 2 കിലോമീറ്റർ
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 4 കിലോമീറ്റർ. അപ്പോൾ 2 കിലോമീറ്റർ പോകാൻ വെച്ചാൽ ഇവിടെ നിന്ന് ഈ പോയിന്റിലെത്തി ഷാഹിദ്, റോഹിത്തോ ഈ പോയിന്റിലെത്തി. സോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 കിലോമീറ്റർ ആണ്, 4 അല്ല. സോ ഓപ്ഷൻ എ റോങ് ആണ് അല്ലേ. ദ മീറ്റ് ആഫ്റ്റർ ഈച്ച് ട്രാവൽ 3 കിലോമീറ്റർ. 1 2 3 കറക്റ്റാണ്, ഇവിടെ എത്തും അല്ലേ. റോഹിത്തോ 1 2 3 ഇവിടെ എത്തും. സോ ഈ പോയിന്റിൽ വെച്ച് അവർ മീറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റാണ്. ദ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഈച്ച് ട്രാവൽ 4 കിലോമീറ്റർ അല്ല, 3 കിലോമീറ്റർ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഗോ ഓൺ വിത്തൗട്ട് എവർ മീറ്റിംഗ് എഗെയിൻ, റോങ് ആണ്. സോ ഇത് ആക്ച്വലി ഇതിനെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും, എന്നിരുന്നാലും സ്പീഡ് സെയിം ആണെന്നുള്ള അസംഷനിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ മീറ്റ് ആഫ്റ്റർ ഈച്ച് ഹാസ് ട്രാവൽ 3 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ ഫൈൻ. സോ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഡയറക്ഷൻ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഈസ്റ്റ് വെസ്റ്റ് കറക്റ്റ് വരികയാണെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല, റൈറ്റും ലെഫ്റ്റും വരുമെന്ന് കെയർഫുള്ളായിട്ട് ചെയ്യും. ഓക്കെ, സോ പൈതഗോറസ് തിയറം വേണ്ട സ്ഥലത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. സോ ഇനി ചെയ്യേണ്ട കാര്യം UPSC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പിന്നെ സോൾവ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്കിന്ന് പിന്നെ ഈ ഒരു ടോപ്പിക് ഡയറക്ഷൻ ടെസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.